കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള മോക്ക് ഡ്രിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്നു. രാജ്യത്ത് ഏതു തരത്തിലുള്ള ആക്രമണങ്ങളെയും നേരിടാൻ രാജ്യവ്യാപകമായി ജനങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന മോക്ക് ഡ്രിൽ ജില്ലയിൽ പൂർത്തിയായി. അഗ്നിരക്ഷാസേന, പോലീസ്, റവന്യൂ ദുരന്ത നിവാരണ അതോറിറ്റി ടീം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചേർന്നാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. യുദ്ധസമാന സാഹചര്യമുണ്ടായാൽ എങ്ങനെ ഇടപെടണമെന്നറിയിക്കുന്നതാണ് മോക്ക് ഡ്രിൽ. പാലക്കാട് സിവിൽ സ്റ്റേഷനിലും വൈകിട്ട് 4 മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിച്ചത്. കളക്ടറേറ്റിലേക്ക് പാഞ്ഞെത്തിയ പോലീസ് ജീപ്പിൽ നിന്ന് അലേർട്ട് സൈറൺ 3 വട്ടം നീട്ടി ശബ്ദിച്ചു. 30 സെക്കൻഡ് ഇത് നീണ്ടുനിന്നു. ഉടൻ തന്നെ ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള സേനാംഗങ്ങളുടെ പരിശീലനം തുടങ്ങി. സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിൽ നിന്നും ആളുകളെ സ്ട്രക്ചറിലും മറ്റും പുറത്തെത്തിച്ചു. പിന്നാലെ എത്തിയ ആംബുലൻസിലും ജീപ്പിലും പോലീസ് ബസ്സിലും കയറ്റി സ്ഥലത്തു നിന്നും മാറ്റി. 4:02-നും 4:29-നും ഇടയിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയവരെ തിരിച്ചെത്തിച്ച ശേഷം 4:28 മുതൽ സുരക്ഷിതമെന്ന സൈറൺ 30 സെക്കൻഡ് മുഴക്കിയാണ് മോക്ക് ഡ്രിൽ അവസാനിപ്പിച്ചത്. മുതലമട പീമെട്രിക് ഹോസ്റ്റലിൽ സ്ഥാപിച്ച സൈറൺ 4 മണിയോടെ മുഴക്കിയിരുന്നു. അഗളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച സൈറൺ മുഴക്കിയ ശേഷം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ചാണ് ബോധവൽക്കരണം നടത്തിയത്. നമ്മൾ എവിടെ നിൽക്കുന്ന മൊബൈലൊക്കെ ഓഫാക്കി ഒരു ചെറിയ ലൈറ്റ് മതി നമ്മളെ ചതുരാലിനെ ആക്രമിക്കാൻ. അതിനൊരു ടെസ്റ്റാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ അലാറത്തിന് ഇനി കുറച്ച് ദിവസം വിലയുള്ള അലാറാവും കേട്ടാ. ഏത് സമയം അലാറം വരാം. അപ്പോൾ നമുക്ക് ചതുരാലിന് ദിശ കൊടുത്തിരിക്കും. മൊബൈലിന് ലൈറ്റ് പോലും വീട്ടിലാണെങ്കിൽ വീട് അടച്ചിട്ട് ഒരു ലൈറ്റ് പോലും പുറത്തു വരരുത്. വാതിലൊക്കെ അടച്ചിടുക, ജനലൊക്കെ അടച്ചിടുക. അത്യാവശ്യം വെള്ളവും ഭക്ഷണമൊക്കെ എപ്പോഴും നമ്മൾ കൈ വേണം കേട്ടാ. ഒരിക്കലും നമുക്ക് ചതുരാനെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കും. ഓക്കെ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്ത് സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തെ നേരിടാൻ പൊതുജനങ്ങൾ സജ്ജരായിരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. അപകട സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നതിനെക്കുറിച്ചും നിർദ്ദേശം നൽകി. റോഡിലെ വാഹനയാത്രക്കാരെ തടഞ്ഞു നിർത്തി കൃത്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയാണ് കടത്തിവിട്ടത്. UTV ന്യൂസ്, പാലക്കാട്.